ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ തൂങ്ങി കിടക്കുന്ന ചെടി കണ്ടോ? ആക്ച്വലി എനിക്ക് എല്ലാ ചെടിയുടെ പേരൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടമാണ്. ഏത് ചെടി കിട്ടിയാലും ഞാൻ വെക്കും. അത് ഇച്ചിരി പഴയ മോഡലായാലും എന്തായാലും ഞാൻ കിട്ടിയതെല്ലാം ഞാൻ വെക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം കിട്ടിയ സമയത്ത് ഞാൻ ഇതിൻ്റെ നല്ല കളറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലൊരു പോട്ടിലോട്ട് ഇത് വെച്ചു. ഇതിൽ നിന്ന് ഒരു ഇല ഇങ്ങനെ പൊട്ടി വന്നപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് വേറൊരു പോട്ടിലോട്ട് വെച്ചു. ഇത്രയും വലിയൊരു ചെടിയാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു നല്ല ബുഷിയായിട്ട് ഇതിൽ വളർത്താവുന്നതാണ്. പക്ഷേ ഇത് നല്ല പോലെ വളർന്നു വന്നു. അപ്പോൾ ഇത് തൂക്കിയിടുന്നതല്ല, ഇത് ചട്ടിയിൽ താഴെ വെക്കുന്നതാണെന്ന് പലരും എന്നോട് പറഞ്ഞു. അപ്പോൾ ഇത് കുറച്ച് നാളായി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതിനെ താഴെ ഇറക്കിയിട്ട് നമുക്കിതിനെ ഇത് ഇളക്കിയെടുക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ ചില്ലകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ചെറുതാക്കി ഒരു 2-3 പീസൊക്കെ ആയിട്ട് വലിയ കമ്പുകളെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് മാറ്റാം. ഇതിൻ്റെ വേര് നമുക്ക് നോക്കാം. ഇതിൻ്റെ വേരിന് അത്ര വലിയ കട്ടിയൊന്നുമില്ല കേട്ടോ. വളരെ നൈസ് വേരുകളാണ് ഇതിൻ്റെ അത് കാരണം അപ്പോൾ ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ എടുക്കാനായിട്ട് സിമ്പിളായിട്ട് പറ്റുകയും ചെയ്യും. പിന്നെ ഇത് നമ്മുടെ പോട്ട് മിക്സ്, ഞാനിടുന്ന പോട്ട് മിക്സ് നിങ്ങൾക്കറിയാം. കുറച്ച് ചപ്പ് ഇടും, അതിൻ്റെ മുകളിൽ ഞാൻ മണലും മണ്ണും ചാണകപ്പൊടിയും മുട്ടത്തോട് പൊടിച്ചതാണ് ഞാൻ എൻ്റെ പോട്ടി മിക്സ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പം പെട്ടെന്ന് നമുക്കിത് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ചുമ്മാ തട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിനെ പീസുകളൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ചട്ടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ നട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഓരോ ചട്ടികളെടുക്കാം. നമുക്ക് അപ്പോൾ ഇതിങ്ങനെ 3-4 കുത്തുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബുഷിയായിട്ട് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെട്ടാതെ വിടരുത്. വെട്ടാതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോവും. അത്രയും ഭംഗി ഇതിന് കാണത്തില്ല. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിനെ ക്രോട്ടൺ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പണ്ടൊക്കെ ഭംഗിച്ചെടി എന്നൊക്കെ പറയുന്ന കുറേ ചെടികളുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെല്ലാം നല്ല പേരൊക്കെയായി. ആ ചെടികളിൽ പെട്ട ഒരു ഇനമാണ് ഇത്. നല്ല ഭംഗിയല്ല കാണാനായിട്ട്. ഇത് വൈറ്റ്, ഗ്രീന്, പിന്നെ ഇതിൽ ഇടയിൽ ഇങ്ങനെ ഒരു പിങ്ക് കളർ പോലെ, ഡാർക്ക് പിങ്ക്, ചിലപ്പോൾ ലൈറ്റ് പിങ്കൊക്കെ ഇങ്ങനെ കയറി വരും. അതൊരു പ്രത്യേക നല്ല ഭംഗിയുള്ള ചെടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടിയെ. അങ്ങനെ നമുക്ക് ഇതിന് ഓരോന്നിനെ നമുക്ക് എങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കിത് വലുതായി വരുമ്പോൾ ചെറുതാക്കി കട്ട് ചെയ്തൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാത്രം നിറച്ച് നമുക്ക് ബുഷിയായിട്ട് ഇതിനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 4 ഞാൻ വെച്ചു, 5-മത്തെയാണ് പോട്ട്. അപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇതിലെ ചപ്പ് ഞാൻ നല്ലപോലെ ഇടും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോട്ടി മിക്സ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പോട്ടി മിക്സിൻ്റെ അളവ്, ഞാനിടുന്ന അളവ് ഞാനിപ്പോൾ പറയുകയാണ്. ഈ ഒരു അളവ് ചട്ടിയാണ് എങ്കിൽ ഞാൻ ഒരു മണ്ണ് നമ്മൾ ഈ ഒരു ചട്ടി എടുക്കുക, അതിൻ്റെ ഹാഫ് നമ്മൾ മണലെടുക്കുക, പിന്നെ അതിൻ്റെ ഹാഫ്, അതായത് 1/4 ഭാഗം നമുക്ക് ചാണകപ്പൊടിയും, ഒരു ചട്ടിയിലെ അളവിലാണെങ്കിൽ ഞാനൊരു 10-20 മുട്ടത്തോടെങ്കിലും ഞാൻ പൊടിച്ച് എടുക്കും. അങ്ങനെയാണ് ഞാൻ മിക്സ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. കറക്റ്റ് ഒരു മിക്സിംഗ് ആണ്. കാരണം ഞാൻ എന്ത് ചെടി വെച്ചാലും ഒന്നും ചെയ്യാതെയും നല്ല രീതിയിൽ തന്നെ വരും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ 5-മത്തെ ഞാൻ ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ ക്രോട്ടൺ ചെടി? ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.